ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ക്രാൻബെറി സോസ് ഉണ്ടോ. ഇതാണ് ക്രാൻബെറി സോസ്. ഇവിടെ താങ്ക്സ് ഗിവിംഗ് ഒക്കെ വരുമ്പോൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ മെയിൻ ഒരു ഡിഷാണ് ഇത്, ക്രാൻബെറി സോസ് ഉണ്ടോ. ഈ ക്രാൻബെറി ഉണ്ടോ, ഇതാണ് ക്രാൻബെറി ഉണ്ടോ. ഇതിനകത്ത് കുറച്ച് ജിഞ്ചറും ഷുഗറും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ക്രാൻബെറി സോസ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊറണ്ട എന്ന് പറഞ്ഞിട്ടൊരു ബെറി ഇല്ലേ, ഇതേപോലെ ഇരിക്കും അല്ലേ. ഇവിടെ ആ ബെറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രാൻബെറി സോസ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ഓക്കെ, അതിനകത്ത് കുറച്ച് ജിഞ്ചറും ഷുഗറും ക്രാൻബെറി ഇട്ടിട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി സോസാണ്. ഈവൻ നിങ്ങൾക്ക് ഇപ്പം താങ്ക്സ് ഗിവിങ്ങിനല്ല അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ, ബ്രെഡിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് ക്രാൻബെറി സോസ് ഉണ്ടാക്കാം. ഈസി ആട്ടോ, ജസ്റ്റ് ജിഞ്ചറും ഷുഗറും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഈ ഹോം മെയ്ഡ് ക്രാൻബെറി സോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ്. അപ്പം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ക്രാൻബെറി ഇല്ലേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. എന്നാൽ ചിലപ്പം കേടായ ക്രാൻബെറീസ് ഒക്കെ കാണും, ഉണ്ടോ, ഇങ്ങനത്തെ സോഫ്റ്റ് കേടായിട്ടുള്ളതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ വാട്ടറിലിട്ടിട്ട് ഒന്ന് റിൻസ് ചെയ്തിട്ട് എടുക്കുമ്പം കാണാം നമുക്ക് കേടായിട്ടുള്ള ക്രാൻബെറീസൊക്കെ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ക്രാൻബെറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രാൻബെറി സോസ്, അതിന് വേണ്ടിയിട്ട് ക്രാൻബെറി എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് ജിഞ്ചർ, ഷുഗർ, പിന്നെ കുറച്ച് വാട്ടർ. ഇവരൊക്കെ ഒരു എന്താ പറയുക കവർപ്പ് ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇത് ഷുഗറും ഈ ജിഞ്ചറും ഒക്കെ ഇട്ട് വരുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസായിട്ട് മാറും. ഓക്കെ, ഒരു ടാർട്ടർ ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ജിഞ്ചറും ഷുഗറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് സോസ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കേടായിട്ടുണ്ടെന്നൊക്കെ. ഇതേ ഒരെണ്ണം ഇങ്ങനെ കേടായിട്ട് സോഫ്റ്റായിട്ട് അത് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഇതിനകത്ത് കാണില്ല, നന്നായിട്ടുണ്ട്, നല്ലതല്ല. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് വാഷ് ചെയ്യാൻ നോക്കാം. അപ്പം എന്തെങ്കിലും കേടായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റായിട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഓക്കെ, ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് കളയുക. ഓക്കെ, കേടായിട്ടുള്ള ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പറയാം സോഫ്റ്റായിട്ട് കരിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുക്കുക. കുറച്ച് ജിഞ്ചറും ഷുഗറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു സോസ് പാൻ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വാട്ടർ, പിന്നെ 1 കപ്പ് ഷുഗർ. ഇപ്പം വാട്ടർ, ഷുഗർ, പിന്നെ ഉള്ളതാണ് ജിഞ്ചർ. ഓക്കെ, ജിഞ്ചർ ഇട്ട് കൊടുത്തു. അറ്റ്ലീസ്റ്റ് 1 ടീസ്പൂണെങ്കിലും ഇടണം. ഓക്കെ, അതൊന്ന് ബോയിൽ ചെയ്ത് വരട്ടെ. ഓക്കെ, ഇപ്പോഴത്തെ തിളച്ച് വരുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ക്രാൻബെറി നോക്കിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ എന്താ പറയുക പോപ്പ് ചെയ്ത് തരും കേട്ടോ. ടപ്പ് സൗണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ തുടങ്ങും. അപ്പോൾ വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അവിടെ നിന്ന് അതെല്ലാം പോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ സോസ് പോലെ ആക്കിയെടുക്കണം. ഇതിങ്ങനെ പോപ്പ് ചെയ്ത് പൊട്ടി വരുന്നുണ്ടോ? ഇതുപോലെ
ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. കേട്ടൂടെ ആ സൗണ്ട്? ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നത് കുറുകി വരണം. ഷുഗറും വാട്ടറും ആണല്ലോ ഇതിനകത്ത്. ഇങ്ങനെ അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ കുക്ക് ചെയ്ത് വരിക. അപ്പോൾ എന്തെങ്കിലും ഇപ്പം പൊട്ടാതെ ഒക്കെ ഇങ്ങനെ പോപ്പ് ചെയ്യാതെ കടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് നമുക്ക് പോപ്പ് ചെയ്യാം. ഓക്കെ, തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കാണാൻ പറ്റും എന്തെങ്കിലും പൊട്ടാതെ കിടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്ത് എടുക്കുക. ഓക്കെ, നമ്മളിപ്പം എടുക്കുമ്പോണ്ട് ഇതേപോലെ ഇരിക്കണം. വെള്ളം പോലെ ഇരിക്കല്ല കേട്ടോ. അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് തണുത്ത് കഴിയുമ്പം ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ജിഞ്ചറും ഷുഗറും ക്രാൻബെറി എല്ലാം കൂടെ നല്ല അടിപൊളി യമ്മി ടേസ്റ്റി ക്രാൻബെറി സോസ്. ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് കൂൾ ചെയ്ത് വരട്ടെ. ഓക്കെ, കൂൾ ചെയ്ത് വന്നിട്ട് വേണം നമുക്ക് ബോട്ടിലിട്ട് വെക്കാം. അല്ലെങ്കിൽ ചൂടോടെ ഇട്ട് വെച്ചാൽ പിന്നെയും ഇതിനകത്ത് വാട്ടർ ഡ്രോപ്സ് ഒക്കെ വന്നത് മോൾഡ് വരികയൊക്കെ ചെയ്യും കേട്ടോ. ബെറ്റർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് വെക്കാം. ഓക്കെ, ക്രാൻബെറി സോസ് നന്നായിട്ട് കൂൾ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് വന്നിട്ടുണ്ടോ? അപ്പോൾ ഇതേപോലെ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി തിക്കാവും. ഇതിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ചെയ്യണ്ട. ഈ പാത്രത്തിന് ഇച്ചിരി ചൂടുള്ളതുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്ന കൂളിയം വെക്കുമ്പോൾ തന്നെ അതൊന്നുകൂടി കട്ടിയാവുണ്ടോ. ഇതാണ് കറക്റ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. തണുത്തപ്പം ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇരിക്കണം. ക്ലീൻ ബൗളിൽ ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ചിരുന്നാൽ കുറേ നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഇവിടെ താങ്ക്സ് ഗിവിങ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്കിപ്പം ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ക്രാൻബെറി സോസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.